എന്താണ് ആക്സിയം 4 യാത്ര? ആരൊക്കെയാണ് യാത്രികർ? ഏത് റോക്കറ്റിലാണ് യാത്ര? ബഹിരാകാശ പേടകം ഏതാണ്? എന്തൊക്കെ പരീക്ഷണങ്ങൾ യാത്രികർ നടത്തും? മടക്ക യാത്ര എങ്ങനെയാണ്? എപ്പോഴാണ്? എല്ലാം വിശദമായി നമുക്കറിയാം. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് ആക്സിയം 4 യാത്ര എന്നുള്ളതാണ്. നമുക്ക് സ്ക്രീനിൽ പുറകിൽ ആക്സിയം 4ന്റെ ബിംബം കാണാം. ആക്സിയം 4 എന്ന് പറയുന്നത് സ്പേസ് എക്സിന്റെയും നാസയുടെയും പങ്കാളിത്തത്തോടെ ആക്സിയം സ്പേസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് നടത്തുന്ന ഒരു സ്വകാര്യ യാത്രയാണ് ആക്സിയം മിഷൻ 4 എന്ന് പറയുന്നത്. നാസ, സ്പേസ് എക്സ്, ആക്സിയം സ്പേസ്, ISRO എന്നിവയുടെ അന്താരാഷ്ട്ര സഹകരണമായ ആക്സിയം മിഷൻ 4 യാത്രികരെയാണ് കൊണ്ടുപോകുന്നത്. അതിലാദ്യം ആര് എന്നാണ് നമ്മൾ നോക്കുന്നത്. പെഗ്ഗി വിഡ്സൺ ആണ് ഈ യാത്രയുടെ കമാൻഡർ. അമേരിക്കക്കാരിയായ പെഗ്ഗി ആനറ്റ് വിഡ്സൺ. ഫെബ്രുവരി 9, 1960 അവർ ജനിച്ചത്. അമേരിക്കൻ ബയോകെമിസ്റ്റും നാസയിലെ മുൻ ബഹിരാകാശ സഞ്ചാരി കൂടിയാണ്. നിലവിൽ ആക്സിയം സ്പേസിൽ അവർ പ്രവർത്തിക്കുന്നു. 2018 നാസയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം പെഗ്ഗി വിഡ്സൺ ആക്സിയം സ്പേസിൽ പ്രവർത്തിക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ആദ്യ വനിതാ കമാൻഡറായി ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് പെഗ്ഗി വിഡ്സൺ. ഒരു ആക്സിയം ദൗത്യത്തിലും പെഗ്ഗി വിഡ്സൺ പങ്കെടുത്തിട്ടുണ്ട്. ആക്സിയം മിഷന്റെ 2ൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. 675 ദിവസങ്ങൾ പെഗ്ഗി വിഡ്സൺ ബഹിരാകാശ നിലയത്തിൽ താമസിച്ചു. അങ്ങനെ ഏറ്റവും കൂടുതൽ നാളുകൾ ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച ഒരു റെക്കോർഡ് അവരുടെ പേരിലുണ്ട്. അമേരിക്കൻ സഞ്ചാരി എന്ന റെക്കോർഡ് അവരുടെ പേരിലുണ്ട്. 10 സ്പേസ് വാക്കുകൾ പെഗ്ഗി വിഡ്സൺ നടത്തി. ഏറ്റവും കൂടുതൽ തവണ സ്പേസ് വാക്ക് നടത്തിയ വനിതാ ബഹിരാകാശ സഞ്ചാരി എന്ന റെക്കോർഡും പെഗ്ഗി വിഡ്സന്റെ പേരിലാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത ആര് എന്ന ചോദ്യത്തിന് ഉത്തരവും പെഗ്ഗി വിഡ്സൺ ആണ്. 57ാമത്തെ വയസ്സിലാണ് പെഗ്ഗി ബഹിരാകാശ നിലയം സന്ദർശിച്ചത്. ISSന്റെ കമാൻഡർ പദവി വഹിച്ച ആദ്യ വനിത എന്ന റെക്കോർഡ് കൂടി അവർക്കുണ്ട്. ഇനി ആര് എന്നുള്ളതാണ്. ഗ്രൂപ്പ് കമാൻഡർ സുഭാൻഷു ശുക്ല, ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനം. അദ്ദേഹമാണ് ഈ യാത്രയുടെ പൈലറ്റായി പ്രവർത്തിക്കുന്നത്. 1985 ഒക്ടോബർ 10 ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് സുഭാൻഷു ശുക്ല ജനിച്ചത്. അദ്ദേഹം ഈ യാത്രയിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തി അദ്ദേഹം ഈ യാത്രയിൽ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ അറിയേണ്ടതുണ്ട്. അതിനു മുൻപ് അദ്ദേഹത്തിന്റെ സഹയാത്രികർ ആരൊക്കെ എന്ന് നമുക്ക് നോക്കാം. അടുത്ത ആള് എന്ന് പറയുന്നത് സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നെവ്സ്കി എന്ന് പറയുന്ന മിഷൻ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹം പോളണ്ടിൽ നിന്നുള്ള യാത്രികനാണ്. അദ്ദേഹം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു ബഹിരാകാശ യാത്രികനാണ്. സ്ലാവോസ് ഉസ്നാവ്സ്കി വിസ്നോവിസ്കി എന്ന് പറയുന്ന മിഷൻ സ്പെഷ്യലിസ്റ്റ്. ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുന്നു. ആക്സിയം മിഷൻ 4ലൂടെ ബഹിരാകാശത്തേക്ക് കുതിക്കാൻ പോകുന്ന 2ാമത്തെ പോളണ്ടുകാരനാണ് വിസ്നോവിസ്കി എന്നുള്ളതാണ്. 2022 നവംബറിൽ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ബഹിരാകാശ യാത്രികരുടെ റിസർവിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 2023 സെപ്റ്റംബറിൽ യൂറോപ്യൻ ബഹിരാകാശ യാത്രിക സംഘത്തിൽ ചേർന്നു എന്നുള്ളതാണ്. ഇഗ്നിസ് പ്രൊജക്ടിന്റെ ഭാഗമായി 13 പരീക്ഷണങ്ങളാണ് വിസ്നോവിസ്കി ആക്സിയം 4 യാത്രയിലൂടെ നടത്തുന്നത്. R&D എഞ്ചിനീയർ, പർവ്വതാരോഹകൻ, നാവികൻ എന്നീ നിലകളിലും വളരെ പ്രശസ്തനാണ് അദ്ദേഹം. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് വിസ്നോവിസ്കി താമസിക്കുന്നത്. അടുത്ത ആൾ എന്ന് പറയുന്നത് ഹംഗറിക്കാരനാണ് ടിബോർ കപ്പു. അദ്ദേഹം മിഷൻ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്. ഹംഗേറിയൻ മെക്കാനിക്കൽ എഞ്ചിനീയറും ബഹിരാകാശ യാത്രികനുമാണ് അദ്ദേഹം. 1991 നവംബർ 5 അദ്ദേഹത്തിന്റെ ജനനം. ഹംഗേറിയൻ ചരിത്രത്തിൽ 3ാമത്തെ യാത്രികനാണ് അദ്ദേഹം. ഈ യാത്ര പൂർണ്ണമാകുന്നതോടുകൂടി ഹംഗറിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുന്ന 3ാമത്തെ യാത്രക്കാരനായി അദ്ദേഹം മാറും എന്നുള്ളതാണ്.